ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് തമ്പനയിൽ കണ്ട മാതിരി ഒരു കുട്ടി ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. പെരുന്നാൾ പ്രമാണിച്ച് ഒരു ചെറിയ ഷോപ്പിംഗ്, അത് ഞാനും സുഡും കൂടെയാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിങ്ങിന് പോണതിൻ്റെ നെക്സ്റ്റ് ഡേ സുഡുവിന് ബാംഗ്ലൂർ പോകണമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയ അന്ന് ഈവനിങ് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയായിരുന്നു, ഒരു ചെറിയ നോമ്പ് തുറയായിരുന്നു. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാണ്ട് നമ്മൾ പോയി ഷോപ്പ് ചെയ്ത ഒരു വ്ളോഗാണിത്. ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ പോയ ഷോപ്പിങ്ങിന് പോയ ടൈം നട്ടപ്പുറ വെയിലത്ത് നമ്മൾ 2 മണിക്കാണ് നമ്മൾ പോയത്. സൺസ്ക്രീനും മാസ്കൊക്കെ വെച്ച് നോമ്പുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ആ വെയിലത്ത് നമ്മൾ പോയി. 2 വീലറിനാണ് പോയത്. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ചെറിയൊരു ഷോപ്പിംഗ് ഉള്ളൂ, അപ്പോൾ നമുക്ക് ടൈം അധികം ആവില്ല എന്ന് പറയണ കാരണം തന്നെ നമ്മൾ ആ ടൈമിൽ തന്നെ വേഗം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ലിനൻ വോഗിക്കാണ്. ഉപ്പച്ചിക്കൊരു ഷർട്ടിൻ്റെ പീസ് എടുക്കാണ്ടായിരുന്നു. സുഡൂന് ഫസ്റ്റ് സാലറി കിട്ടിയെന്ന് അവൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ഉപ്പച്ചിക്ക് ഇത്. അപ്പോൾ ഉപ്പച്ചി റെഡിമെയ്ഡ് ഷർട്ട് യൂസ് ചെയ്യാറില്ല, ഇടാറില്ല. ഉപ്പച്ചി ഇതുപോലെ ഷർട്ട് പീസ് വാങ്ങിച്ച് തയ്ച്ചിടല ചെയ്യൽ. അപ്പോൾ ലിനൻ മെറ്റീരിയൽ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിനൻ്റെ ഒരു ഷർട്ട് പീസാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ കളർ ചൂസ് ചെയ്തത് ഒരു ലൈറ്റ്, അത് ഞാനാണ് ചൂസ് ചെയ്തത്. ലൈറ്റ് ഒരു ഗ്രീന് യെല്ലോ എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു മിക്സ് ഒരു ഷെയ്ഡ് ലൈറ്റ് കളറാണ്. ബാക്കി അവിടെ ഇരിക്കുന്നതിൽ ഏകദേശം കളേഴ്സൊക്കെ വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കളേഴ്സൊക്കെ ഉപ്പച്ചീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം അവിടുത്തെ ഓണർ, ഐ മീൻ കാഷ്യറുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓണറല്ല, സോറി, കാഷ്യറുടെ അടുത്ത് സംസാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ബില്ല് എഴുതി. അങ്ങനെ ആളുടെ അടുത്ത് പോയപ്പോൾ ആൾ നമുക്ക് ഒറിജിനൽ ലിനൻ കാണിച്ചു തന്നു. അതായത് ആ സുഡുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ലിനൻ്റെ സംഭവം കൊണ്ടാണ് നമ്മുടെ ഈ ഷർട്ടും ഈ തുണിയൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഇതാണ് ഒറിജിനൽ ലിനൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആൾ കുറേ നേരം സംസാരിച്ചു തന്നു. ഇതാണ് കേട്ടത്. അപ്പം അങ്ങനെ ആ ഒരു ഫോക്കസ് ചെയ്യുന്ന, ഞാൻ സൂം ചെയ്യുന്ന ആ ഒരു ചെടി, ആ ഒരു ചെടിയിൽ നിന്നാണ് ഈ ഒരു സംഭവം ലിനൻ ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി. അപ്പോൾ സുഡു പറയാണ് അവന് സാലറി കിട്ടിയിട്ട് ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവനിപ്പോൾ അങ്ങനെ ഇറങ്ങി നടന്നു പറഞ്ഞു പോണ്. അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് സേവനേക്കാണ് പോയത് മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും മരുന്ന് ഇവിടെ നിന്നാണ് വാങ്ങൽ. നമുക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് മെഡിസിനിൽ, നമുക്ക് നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ആശയുടെ മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയിട്ട് 2-3 മെഡിസിൻ അവിടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് സൂദിയോക്കാണ് വന്നത്. അപ്പോൾ സുഡുവിന് ബനിയനോ ഷർട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചങ്ങനെ വന്നതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ ആശയ്ക്ക് പെരുന്നാളായിട്ട് എന്തെങ്കിലും ഒരു ടീഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയും നോക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തം ഇങ്ങനെ കിടന്ന് നടന്നു. അപ്പോൾ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പെരുന്നാളായിട്ട്. ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മിക്കതും സുഡിയോന്നാണ് പർച്ചേസ് ചെയ്യൽ. നമ്മൾ ആദ്യം മാക്സിൽ നിന്നായിരുന്നു ഇപ്പോൾ എടുക്കൽ, പിന്നെ നമ്മളിപ്പോൾ സുഡിയോന്നാണ് പർച്ചേസ് ചെയ്യൽ. കാരണം മാക്സിലും സുഡിയോയിലും കമ്പാരിറ്റീവ്ലി മാക്സിൽ ഇപ്പോൾ റേറ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല ട്രെൻഡ് സെക്ടർ പോലത്തെ സംഭവങ്ങൾ അവിടെ കുറവാണ്, കളക്ഷൻസും കുറവാണ്. പക്ഷേ സുഡിയോയിൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നല്ല ട്രെൻഡ് സാധനങ്ങൾ കിട്ടും, ഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സുഡിയോന്നാണ് പർച്ചേസ് ചെയ്യൽ. അങ്ങനെ അവൻ ചെരുപ്പ് നോക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് കാഷ്വലായിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെരുപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ലിപ്പറാണ് അവനെടുത്തത്. ആ കണ്ട ഗ്രീൻ കളർ സ്ലിപ്പറാണ് അവനെടുത്തത്. വേറെ കുറേ കളക്ഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡാണ് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു ഷെയ്ഡാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ സൈസ് നമുക്ക് കൺഫേം ഇല്ലാത്തവർക്ക് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാനുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ലിപ്പർ എടുത്തു. എന്നിട്ട് നമ്മൾ പിന്നെ ടീഷർട്ടൊക്കെ നോക്കാൻ പോയി. അപ്പോൾ ഈ ഒരു സെക്ഷൻ നല്ല കളക്ഷനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ഗ്രീൻ എൽ സൈസ് ഉണ്ടോ നോക്കിയപ്പോൾ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല ആഷിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഷെയ്ഡ് ആഷിക്ക് ഇല്ലാത്ത കാരണം ഞാനങ്ങനെ ഈ ഒരു ടീഷർട്ട് ആഷിക്ക് എടുത്തു. പിന്നെയും സുഡ അവിടെ കുറേ ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട് നോക്കിയപ്പോൾ അവന് അത് അത്രയും ഇതായി ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരു സ്ലീവ്ലെസ് ടീഷർട്ട് എടുത്തു. അതേപോലെ ലേഡീസിൻ്റെ സെക്ഷനിൽ നല്ല ടോപ്പുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുഡിയോൻ്റെ ഇപ്പോൾ കുറേ ബ്ലഷ്, ടിൻറ്റ്,
അങ്ങനെ കുറേ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നോക്കാൻ നേരം ഉണ്ടായില്ല, കാരണം നമുക്ക് ടൈം ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് അവൻ ബില്ലടിക്കാൻ നിൽക്കുന്ന നേരത്ത് ജസ്റ്റ് നോക്കിയതാണിത്. അതുപോലെ ഈ ഒരു ക്രഞ്ചീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ ഞാൻ എടുത്തില്ല അത്. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ച് നമ്മൾ ക്യാരി ബാഗ് വാങ്ങിച്ചില്ല, നമ്മുടെ അടുത്ത് ഓൾറെഡി കവർ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഈ ഒരു വൈറ്റ് ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവനും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അത് ജസ്റ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് മാക്സി തുണി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയത്. എനിക്കും ഉമ്മച്ചിക്കും പിന്നെ ആശീൻ്റെ ഉമ്മച്ചിക്കും മൂത്തുമ്മാക്കൊക്കെ മാക്സി തുണി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് പോയത്. നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ ഹോൾസെയിലായിട്ട് അതായത് ഒരു 5-6 വാങ്ങുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് വാങ്ങലുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കടയത്തെക്കാട്ടിയും ചെറിയൊരു റേറ്റ് കുറവുണ്ടാവും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ എന്തോ പുതിയ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ പ്രിൻ്റഡ് ആണ് ഫുൾ അതുമേ. അങ്ങനത്തെ 5 മാക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ കിട്ടി. അപ്പോൾ നമുക്ക് CDMA കയറാനുണ്ടായിരുന്നു തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഫെഡറലിലെ CDMൻ്റെ മാപ്പ് ഇട്ട് നമ്മൾ CDMA പോവായിരുന്നു. അങ്ങനെ അവൻ CDMA കയറി. അപ്പോൾ നമ്മൾ ഇന്ന് വെയിൽ കൊണ്ട് യാത്ര ചെയ്തതിൻ്റെ ചെറിയൊരു ടയർഡ്നെസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടൈം വേഗം പോയി. നമ്മൾ വാങ്ങി കൊടുക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ മുന്നെയാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക്